കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് TV-യിൽ പ്രഭാത സന്ദേശവുമായി ഇന്ന് കർത്താവിനെ സ്തുതിക്കുവാനും ആരാധിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന നല്ല അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവം നിങ്ങളെ ധാരാളം നന്മകൾ കൊണ്ടും കൃപകൾ കൊണ്ടും ഈ ഭൂമിയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ആണ്ടിൻ്റെ ആരംഭ ദിവസം ജനുവരി 1 മുതൽ ഈ ഡിസംബർ മാസം 30 വരെ അത്ഭുതകരമായി ദൈവം നമ്മളെ നടത്തി. എല്ലാ പ്രതിസന്ധികൾക്കകത്തും വേദനകൾക്കകത്തും ക്ഷീണിച്ചും തകർന്നും പോകാതെ ആത്മാവിൻ്റെ വിടുതലും ദൈവശക്തിയും അനുഭവിച്ച് പോരാടി കർത്താവിൻ്റെ സന്നിധിയിൽ നിൽപ്പാൻ ദൈവം നമുക്ക് ബലവും ശക്തിയും നൽകിയല്ലോ. തീർച്ചയായും എൻ്റെ പ്രിയപ്പെട്ടവരെ കർത്താവ് മാനിക്കും. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കഴിഞ്ഞ നാളുകളിലൊക്കെ ഈ ചാനലിലൂടെ അനേക ഹൃദയങ്ങളെ തണുപ്പിക്കാൻ, അനേകരെ വിശ്വാസ ജീവിതത്തെ ഉറപ്പിക്കാൻ ദൈവം നമുക്ക് അവസരവും ബലവും നൽകി. തീർച്ചയായും ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യവും നിങ്ങൾക്ക് അനുഗ്രഹമായി, സങ്കേതമായി, കോട്ടയായി ഇരിക്കട്ടെ എന്ന ദൈവസന്നിധിയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധ ആത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യമാണ്. വാക്യം ഇങ്ങനെയാണ്: എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ കാലയളവിൽ കർത്താവിനെ അനുഗമിച്ച ധാരാളം വ്യക്തികളെ നമുക്കറിയാം. പഴയ നിയമകാലത്തിൽ മാത്രമല്ല, പുതിയ നിയമത്തിൽ സുവിശേഷങ്ങൾ 4 പഠിക്കുമ്പോൾ യേശുവിനെ തൻ്റെ ശിഷ്യന്മാർ അനുഗമിച്ചു. പത്രോസ് ഉൾപ്പെടെയുള്ളവർ യേശുവിനെ അനുഗമിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ യേശു കർത്താവ് ഒരു ഉപമ പറയുകയാണ്. ഒരാടും ആട്ടുംകൂട്ടവും ഒരു ഇടയനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നത് യേശുവും തൻ്റെ ജനവും തമ്മിലുള്ള ബന്ധം ഒരു ഇടയനും ആടുകളും തമ്മിലുള്ള ബന്ധം പോലെ അതിനെ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഞാൻ നിങ്ങളെ അറിയുന്നു. ഇന്ന് രാവിലെ നിങ്ങളെ അറിയുന്നൊരു ദൈവമുണ്ട്. നിങ്ങളെ അറിയുന്നു, നിങ്ങളുടെ സാഹചര്യം അറിയുന്നു, നിങ്ങളുടെ രോഗാവസ്ഥ അറിയുന്നു, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ അറിയുന്നു, നിങ്ങളുടെ സാമ്പത്തിക നിലവാരം അറിയുന്നു, നിങ്ങളുടെ ആവശ്യങ്ങൾ കർത്താവ് അറിയുന്നു. 2025 തീരാൻ ഇനി ചില മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങളോട് ഈ വർഷം പറഞ്ഞ വാഗ്ദത്തങ്ങൾ, നിങ്ങളോട് ഈ വർഷം പറഞ്ഞ ദൈവികമായ പ്രവൃത്തികൾ, വിടുതലുകൾ നന്നായി അതിനെ അറിയുകയും അതിനെ ബലപ്പെടുത്തുകയും നിങ്ങളെ ശക്തീകരിക്കുകയും ചെയ്യുന്നതാണ് ദൈവത്തിൻ്റെ ഇടപാടുകൾ എന്ന് നിങ്ങൾ മറക്കരുത്. ഇവിടെ ഞാൻ ആ വാക്യത്തിലേക്ക് വേഗത്തിൽ കടന്നു വരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവിടെ പറയുകയാണ്, ആടുകളെക്കുറിച്ച് പറഞ്ഞിട്ട് ആടുകളെക്കുറിച്ചുള്ള സാക്ഷ്യം അല്ലെങ്കിൽ അതിൻ്റെ ചില ആപ്തവാക്യങ്ങൾ നമ്മളെ ഓർപ്പിച്ചിട്ട് പറയുകയാണ്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന ദൈവം പറയുകയാണ്, ഞാൻ അവയെ അറിയുന്നു. അടുത്തത്, അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനെ അനുഗമിച്ചാൽ, യേശുവിനെ അനുഗമിച്ചാൽ നമ്മളിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അതിനാ പറയുന്നത്, യേശുവിനെ നമ്മൾ അനുഗമിക്കണം, യേശുവിനെ ഫോളോ ചെയ്യണം, യേശുവിന് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിക്കണം. യേശുവിനായി നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് കർത്താവിന് വേണ്ടി ആ വഴിയിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പോൾ ദൈവം നമ്മുടെ സ്ഥിതികൾക്കെല്ലാം വ്യത്യാസം വരുത്തും. നമുക്കധികം ഭാരമുള്ള വിഷയങ്ങൾ യേശുവിൻ്റെ അടുക്കൽ കൊണ്ട് കൊടുക്കണം. ഭാരങ്ങൾ മാത്രം കൊടുത്തിട്ട് പിന്നെ നമ്മൾ നമ്മുടേതായ വഴിയിൽ പോവുകയല്ല ചെയ്യേണ്ടത്. കർത്താവിനെ നമ്മൾ അനുഗമിച്ചു കൊണ്ടേയിരിക്കണം. എപ്പോൾ അനുഗമിക്കണം? എല്ലാ മണിക്കൂറും അനുഗമിക്കണം, എല്ലാ ദിവസവും അനുഗമിക്കണം. കർത്താവിൻ്റെ വഴി നിൽക്കണം. കർത്താവിൻ്റെ വഴി നിന്നാൽ നമുക്ക് വലിയ വിശാലതകൾ കർത്താവ് വെളിപ്പെടുത്തും. കടലിൽ മീൻ പിടിച്ച് നടന്ന പത്രോസിനെയും ആ ചുങ്കം പിരിച്ചു കൊണ്ടുവന്ന മത്തായിയൊക്കെ പിടിച്ച് വേർതിരിച്ച് ദൈവം തൻ്റെ പദ്ധതിക്ക് വേണ്ടി വേർതിരിച്ചപ്പോൾ അത് വലിയ മഹാന്മാരായി മാറി, സമ്പന്നന്മാരായി മാറി. വിദ്യാസമ്പന്നന്മാരെ പോലെ ദൈവം അവരെ നടത്തി. കാരണം യേശുവിനെയാണ് അവർ അനുഗമിച്ചത്.
സുവിശേഷം പഠിക്കുമ്പോൾ യേശുവിനെ അനുഗമിച്ച ധാരാളം ശിഷ്യന്മാരെ കണ്ടുകൊണ്ട് അവിടെയുള്ള യഹൂദന്മാർ വിളിച്ച വിളിയാണ് ക്രിസ്ത്യാനികൾ, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ. നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ നമ്മൾ അനുഗമിക്കുന്നുണ്ടോ? ക്രിസ്തീയ കുടുംബത്തിലായിരിക്കും നിങ്ങൾ ജനിച്ചത്, ക്രിസ്തീയ പശ്ചാത്തലത്തിലായിരിക്കും നിങ്ങൾ വളരുന്നത്. പള്ളിയുമായിട്ടും കൂട്ടായ്മയായിട്ടൊക്കെ നിങ്ങൾക്ക് ബന്ധം കാണും. പക്ഷേ യേശുവുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടോ? യേശുവിനെ നിങ്ങൾ അനുഗമിക്കുന്നുണ്ടോ? യേശുവെ എന്ന് വിളിക്കുന്നതിലല്ല ഞാൻ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് വേദപുസ്തകം വായിക്കുന്നത്, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല ദൈവരാജ്യം അവകാശമാക്കുന്നത്. യേശുവിനെ കർത്താവേ കർത്താവേ എന്ന് ആർക്കും വിളിക്കാം. ഇവിടുത്തെ സകല മനുഷ്യർക്കും വിളിക്കാൻ പറ്റിയ ഒരു നാമമാണ് യേശു. പക്ഷേ യേശുവിനെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവന് ചിലപ്പോൾ രോഗസൗഖ്യം കിട്ടിയെന്നിരിക്കും, കടം മാറിയെന്നിരിക്കും, വീട് കിട്ടിയെന്നിരിക്കും. പക്ഷേ യേശുവിനെ വിളിക്കേണ്ട നിലയിൽ നമ്മൾ വിളിക്കണം. കർത്താവേ കർത്താവേ എന്ന് വിളിച്ചത് കൊണ്ട് ദൈവരാജ്യ അവകാശമാക്കുകയില്ല. ദൈവരാജ്യ അവകാശമാക്കണമെങ്കിൽ യേശുവിൻ്റെ കൽപ്പന അനുസരിക്കണം. അപ്പം നോക്കിക്കേ, ഒരു വ്യക്തി വന്നിട്ട് യേശുവേ എന്നെ സഹായിക്കണേ, ഞാൻ ഇത്ര വലിയ വിഷയത്തിൽ കൂടെ കടന്നു പോകുകയാ, കടത്തിൽ കൂടെ കടന്നു പോകുകയാ, എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് യേശുവിനോട് പ്രാർത്ഥിച്ചാൽ അതൊരു ഹിന്ദുവാകാം, മുസ്ലിമാകാം, ജൈനമതക്കാരനോ സിഖ് മതക്കാരനോ ഇനി ഏത് മതക്കാരനുമാകാം, ക്രിസ്ത്യാനിയാകാം. അവൻ്റെ കാര്യങ്ങൾക്ക് ചിലപ്പോൾ ദൈവം മനസ്സലിഞ്ഞ് അവൻ്റെ കടമൊക്കെ മാറ്റി കൊടുക്കുകയും രോഗമൊക്കെ മാറുകയും ശരീരത്തിലെ മുഴയൊക്കെ സൗഖ്യമാകുകയും വീടൊക്കെ പണിയാനുള്ള വഴിയെല്ലാം ദൈവം ചിലപ്പോൾ കാണിച്ചു കൊടുത്തെന്നിരിക്കും. പക്ഷേ ദൈവരാജ്യ അവകാശമാക്കാൻ പറ്റില്ല. ദൈവരാജ്യ അവകാശമാക്കണമെങ്കിൽ യേശുവെ കർത്താവേ എന്ന് വിളിച്ചാൽ പോരാ, കർത്താവിനെ അനുഗമിക്കണം, കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കണം. കർത്താവിനെ അനുഗമിക്കുമ്പോഴാണ്, കർത്താവിനെ അനുസരിക്കുമ്പോഴാണ് കർത്താവിൻ്റെ കൽപ്പനയായ മാനസാന്തരവും സ്നാനവും പരിശുദ്ധാത്മാഭിഷേകവും പ്രാർത്ഥനയും കൂട്ടായ്മയും അപ്പം നുറുക്കലും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് യേശുവിൽ നിന്നും ദൈവരാജ്യത്തിൻ്റെ മഹത്വവും ദൈവരാജ്യത്തിൻ്റെ ശക്തിയും നിത്യജീവനും ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനത്തിൽ വായിക്കുന്നത്, എന്നെ അനുഗമിക്കുന്നത് ഞാൻ എന്ത് ചെയ്യും? നിത്യജീവനെ കൊടുക്കും. അപ്പം ഈ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഞാൻ അവരെ അറിയുന്നു. അത് മാത്രമല്ല, ദൈവം നമ്മളെ അറിയുന്നു എന്ന് മാത്രമല്ല, അവ എന്നെ അനുഗമിക്കുന്നു. അപ്പോൾ യേശുവിനെ അനുഗമിക്കുക. യേശുവിനെ എന്ത് ചെയ്യണം? അനുഗമിക്കണം. യേശുവിനെ അനുഗമിച്ചാൽ 3 നിലയിലുള്ള അനുഗ്രഹങ്ങൾ കിട്ടും. 3 നിലയിലുള്ള അനുഗ്രഹം. ഇന്ന് ഞാൻ ആ ഭാഗമാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. എൻ്റെ കൂടെ നിങ്ങൾ വരണം, ശ്രദ്ധിക്കണം. യേശുവിനെ അനുഗമിച്ചുള്ള ഗുണം എന്താണ്? ഒരിക്കൽ യേശുവിൻ്റെ ശിഷ്യന്മാർ എന്നെ ചോദിച്ചിട്ടുണ്ട് യേശുവിനോട്, കർത്താവേ, ഞങ്ങൾ ഈ പടവും വലയൊക്കെ വിട്ട് നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? ന്യായമായ ചോദ്യമല്ലേ? വീടും നാടും കൂടും പടകും ജോലിയും ഒക്കെ വിട്ടിട്ട് യേശുവിനെ ഇങ്ങനെ രാവിലെയും വൈകിട്ടും അനുഗമിച്ച് ശിഷ്യന്മാർ നടന്നപ്പോൾ അവരുടെ ഉള്ളിൽ വന്നതായ ഒരു ലളിതമായ ഒരു ചിന്തയാണ്, ഞങ്ങളിങ്ങനെ കർത്താവിൻ്റെ കൂടെ ഇങ്ങനെ നടന്നിട്ട്, യേശുവിൻ്റെ കൂടെ ഇങ്ങനെ നടന്നിട്ട് ഞങ്ങൾക്ക് എന്തോ കിട്ടും. അപ്പം അതിന് കർത്താവ് മറുപടി കൊടുക്കുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പം നമുക്കെന്ത് കിട്ടും? നമ്മൾ കർത്താവിനെ അനുഗമിച്ചാൽ ശിഷ്യന്മാരുടെ ഉള്ളിൽ വന്ന ഉരുത്തിരിഞ്ഞ ഒരു ചോദ്യം പോലെ ഈ 2025 അവസാന മണിക്കൂറിൽ നമുക്കൊരു ചോദ്യം വരികയാണ്, യേശുവിനെ അനുഗമിച്ചാൽ എന്ത് കിട്ടും? യേശുവിനെ യഥാർത്ഥമായി അനുഗമിച്ചാൽ, യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചാൽ എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക? അതിൽ 3 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് ആഗ്രഹിക്കുക. എന്ത്? യേശുവിനെ അനുഗമിച്ചാൽ ഉണ്ടാകുന്ന അനുഗ്രഹം, അതിൻ്റെ 3 കാര്യങ്ങൾ. 1-ാമത്തേതും 2-ാമത്തേതും 3-ാമത്തെയും അനുഗ്രഹം വേറെങ്ങും ഓടിപ്പോകണ്ട. നെക്സ്റ്റ് വാക്യത്തിലേക്ക് നിങ്ങൾ നോക്കിയാൽ മതി. കുറിവാക്യം യോഹന്നാൻ 10:27 ആണെങ്കിൽ 27 ക്വസ്റ്റ്യനാണ് 28 കിടക്കുന്ന ആൻസർ. ആ 28-ാമത്തെ വാക്യത്തിൽ പറയുകയാണ് യേശുവിനെ അനുഗമിച്ചാൽ ഉള്ള നേട്ടം, അനുഗ്രഹം എന്തായിരിക്കും എന്നുള്ളത്. അവിടെ കാണുന്നത് ഇങ്ങനെയാണ്, ഞാൻ അവയ്ക്ക് നിത്യജീവനെ കൊടുക്കുന്നു. 1-ാമത്തെ കാര്യം, യേശുവിനെ അനുഗമിച്ചാലുള്ള 1-ാമത്തെ കാര്യം, നിത്യജീവൻ കിട്ടും. നിത്യജീവൻ. ഇന്നത്തെ നമ്മുടെ ജീവൻ നിത്യജീവനാണോ? അല്ല. എപ്പോൾ വിളിച്ചാലും നമ്മൾ ഈ ശരീരം വിട്ട് എന്ത് ചെയ്യണം? പോകണം. അത് 40 വയസ്സായാലും 50 വയസ്സായാലും 80 വയസ്സായാലും 100 വയസ്സായാലും 10 വയസ്സായാലും വിളിച്ചാൽ പോയേ പറ്റൂ. ഇന്നത്തെ നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം നിത്യമായ ഒരു ജീവിതമല്ല.
ഈ ജീവിതം ഒരു താൽക്കാലികമാണ്. ഏത് സമയവും ഈ ശരീരത്തിൽ മരണം പിടിപ്പെടാം. ഈ ശരീരം ഇട്ടിട്ട് മണ്ണിന് വളമായി നമ്മൾ പറന്നു പോകേണ്ട ഒരു സമയമുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഈ മണ്ണിൽ നിന്നെടുത്ത മൺമയമായ ഈ ശരീരത്തിൽ വസിക്കുന്ന ജീവൻ നിത്യജീവനല്ല. ഒരു കാലഘട്ടം വരെ ഉള്ളൂ. ഒരു പനി വന്നാൽ മതി, നെഞ്ചിനകത്തൊരു അരപ്പ് വന്നാൽ മതി, തലയൊന്ന് ചുറ്റിയാൽ മതി, നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഞരമ്പൊന്ന് പിടച്ചാൽ മതി, നമ്മുടെ ജീവൻ ഇവിടെ അവസാനിക്കും. എത്രയോ പേര് കഴിഞ്ഞ വർഷം തീർന്നു. എത്രയോ പേര് അങ്ങനെ മരിച്ചുപോയി. രാവിലെ ജോലിക്ക് വേണ്ടി ഇറങ്ങിയ ബാഗും തോളിൽ ഇട്ടുകൊണ്ട് ഭാര്യ ഒരുക്കി കൊടുത്ത് ആ ടിഫിൻ ബോക്സും കൈ പിടിച്ചുകൊണ്ട് ഓഫീസിലേക്ക് പോകാനായിട്ട് സിറ്റ് ഔട്ടിൽ ചെന്ന് വണ്ടിയെടുത്ത് സ്റ്റാർട്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നെഞ്ചിനൊരു വേദന വന്ന് ഒന്ന് തപ്പി തലോടി പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി പോയ വഴിക്ക് പോയ ഒരച്ഛനെ എനിക്കറിയാം. പഠിച്ചുകൊണ്ടിരുന്ന കുഞ്ഞ് പഠനം കഴിഞ്ഞ് വൈകിട്ടത്തെ കഞ്ഞി കുടിക്കാനായിട്ട് പുറത്തു വരുന്നില്ല എന്ന് കണ്ട അപ്പനും അമ്മയും കൂടെ ബെഡ്റൂമിൽ ചെന്ന് പഠിക്കുന്ന കുഞ്ഞിൻ്റെ ആ അടുക്കൽ ചെന്നിട്ട് നോക്കിയപ്പോൾ കുഞ്ഞ് ആ ഡെസ്കിലോട്ട് കമന്ന് കിടക്കുകയാണ്. നീ എന്താടി ഈ കിടന്നുറങ്ങുന്നതെന്ന് പറഞ്ഞ് അമ്മ പോയി തട്ടി ഉണർത്തിയപ്പോൾ കുഞ്ഞ് താഴെ വീണു. കാരണം മരിച്ചിരിക്കുകയായിരുന്നു. മരണം എപ്പോൾ വരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. മരണം എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ജീവിതം എന്തല്ല, നിത്യമല്ല. ഈ ജീവിതം ശാശ്വതമല്ല. ഏത് സമയം പോയേ പറ്റൂ. അതുകൊണ്ട് യേശുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് അല്ലെങ്കിൽ സ്വർഗം കൊടുക്കുന്ന പ്രോമിസർ, വാഗ്ദത്തമാണ് ഒന്നാമത്തെ വിഷയം. ഞാൻ അവയ്ക്ക് എന്തു കൊടുക്കുന്നു? നിത്യജീവൻ കൊടുക്കുന്നു. നിത്യജീവൻ കിട്ടണമെങ്കിൽ യേശുവിനെ അറിയണം, യേശുവിനെ അനുഗമിക്കണം, യേശുവിനായി നമ്മുടെ ജീവിതം സമർപ്പിക്കണം, രക്ഷിക്കപ്പെടണം, മാനസാന്തരപ്പെടണം, സ്നാനപ്പെടണം, അഭിഷേകം പ്രാപിക്കണം, ദൈവകൃപയിൽ നിൽക്കണം. അങ്ങനെ നിൽക്കുമ്പോൾ നിത്യജീവൻ ഉണ്ടാകും. ഈ നിത്യജീവൻ എവിടെയാണ് കഴിച്ചു കൂട്ടുന്നത്? സ്വർഗത്തിൽ, കർത്താവിൻ്റെ കൂടെ, യേശുവിൻ്റെ കൂടെ. യേശു കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ നിങ്ങൾക്ക് മുമ്പേ പോകുന്നു, എൻ്റെ പിതാവിൻ്റെ വാസസ്ഥലത്ത് അനേക സ്ഥലമുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. അവിടെ ഞാൻ പോയി നിങ്ങൾക്ക് മുമ്പേ എത്തിയിട്ട് ഞാൻ നിങ്ങൾക്കൊരു വാസസ്ഥലം ഒരുക്കും. ഞാൻ പിതാവിൻ്റെ വലതുവശത്ത് ഇരിക്കുന്ന പോലെ നിങ്ങളെ എൻ്റെ വശത്തിരുത്തും. അപ്പം നോക്കിക്കേ, അവിടെ നമ്മൾ യുഗായുഗങ്ങൾ പാർക്കും. അവിടെയാണ് നിത്യജീവൻ ഉണ്ടാകുന്നത്, നിത്യജീവൻ ലഭിക്കുന്നത്. നിത്യമായി മരണമില്ലാതെ വസിക്കുന്ന സ്ഥലമാണ് ദൈവരാജ്യം. അപ്പോൾ ദൈവരാജ്യത്തിൽ കയറാനുള്ള ഒരു പാസ്പോർട്ട്, ദൈവരാജ്യത്തിൽ കയറാനുള്ള ലൈസൻസ്, നിത്യജീവൻ നമുക്ക് ദൈവം നൽകുകയാണ്. അപ്പം നാം യേശുവിനെ അനുഗമിച്ചാൽ, യോഹന്നാൻ പറയുകയാണ്, യേശുവിനെ അനുഗമിച്ചാൽ അവിടെ പറയുന്നു, യേശു കർത്താവ് പറയുന്നു, ഞാൻ അവയ്ക്ക്, ആരാ അവയ്ക്കെന്ന് പറയുന്നത്? ആടുകൾക്ക്. അതായത് ഈ വചനം കേൾക്കുന്ന, രക്ഷിക്കപ്പെട്ട, ദൈവകൃപയിൽ നിൽക്കുന്ന നമ്മൾക്ക് ഓരോരുത്തർക്കും എന്തോ ലഭിക്കുന്നു? യേശുവിനെ അനുഗമിച്ചാൽ നിത്യജീവൻ കിട്ടും. ഇന്ന് പലരും യേശുവിനെ അനുഗമിക്കുന്ന എന്തിനു വേണ്ടിയാ? മക്കൾ യൂറോപ്പിൽ പോകാൻ, PR ലഭിക്കാൻ, RN പാസ്സാകാൻ, IELTS പാസ്സാകാൻ, കല്യാണം കഴിക്കാൻ, അമേരിക്കയിൽ പോകാൻ, ഗ്രീൻ കാർഡ് കിട്ടാൻ, വീട് പണിയാൻ, കാറ് മാറാൻ, നോക്കുക, നല്ല വസ്ത്രം ധരിക്കാൻ, നല്ല ആഹാരം കഴിക്കാൻ. ഇതിനൊക്കെയാണ് ഇന്ന് യേശുവിനെ പലരും അനുഗമിക്കുന്നത്. എന്തിനാ തെറ്റ് പറയുന്നേ? യേശുവിൻ്റെ കാലത്തും അങ്ങനല്ലായിരുന്നോ? യേശുവിൻ്റെ കാലത്ത് യേശു ഇരിക്കുന്ന സ്ഥലത്ത് അനേകം പുരുഷാരം വന്നിട്ടുണ്ട്. എല്ലാ പുരുഷാരവും 5000 പേര് കൂടിയതിനകത്ത് 5000 പേരും സത്യത്തിൽ വചനം കേൾക്കാൻ വേണ്ടി അല്ലല്ലോ. വചനം കേൾക്കാൻ വന്നവർ ആ കൂട്ടത്തിലുണ്ട്. യേശുവിനെ കുറ്റം പറയാൻ വന്നവരും കുറ്റം കണ്ടുപിടിക്കാൻ വന്നവരും ആ കൂട്ടത്തിലുണ്ട്. യേശു വിധിച്ചു കൊടുക്കുന്ന അപ്പം തിന്നാൻ വന്നവരുണ്ട്. അപ്പം വ്യത്യസ്തരായ ജനം ഒരു സമൂഹത്തിലുണ്ട് പ്രിയരെ. പക്ഷെ ഇവിടെ യേശുവിനെ അനുഗമിക്കാൻ വന്ന ജനത്തിന് കിട്ടുന്ന ഒന്നാമത്തെ അനുഗ്രഹമാണ് നിത്യജീവൻ. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ശ്രദ്ധിക്കുക, 2025 അവസാന മണിക്കൂറിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, അടുത്ത വർഷം ദൈവം നമുക്ക് ദാനം നൽകുന്നെങ്കിൽ, അടുത്ത വർഷം നമുക്ക് ദൈവം ആയുസ്സ് നൽകുന്നെങ്കിൽ, നമ്മുടെ കർത്താവിൻ്റെ വരവ് ഇനിയും താമസിക്കുന്നെങ്കിൽ, അടുത്ത വർഷത്തിലേക്ക് നമ്മൾ കയറുന്നത് നശ്വരമായ ഒരു ദൈവിക കൃപ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ, ശാന്തതയുള്ള കുടുംബജീവിതം നയിക്കാൻ, സമാധാനമുള്ള ഒരു ജീവിതമുണ്ടാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിത്യജീവന്റെ ശക്തി നിങ്ങളിലേക്ക് വരിക. നിങ്ങൾ നിത്യജീവനെ പ്രാപിച്ചാൽ നിങ്ങൾ മരിച്ചാലും ജീവിക്കും. വേദപുസ്തകം പറയുന്നു, മരിച്ചാലും ജീവിക്കും.
പുനരുത്ഥാനത്തിന്റെ ശക്തി വരുമ്പോൾ നിത്യജീവൻ പ്രാപിച്ച ഒരു ദൈവത്തിലാണെങ്കിൽ മരിച്ചാലും ജീവിക്കും. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിന്റെ മക്കളോട് ഞാൻ പറയാം, ഒന്നാമത്തെ അനുഗ്രഹം, അതായത് യേശുവിനെ അനുഗമിച്ചാലുള്ള ഒന്നാമത്തെ അനുഗ്രഹം നിത്യജീവൻ ലഭിക്കും എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ അനുഗ്രഹം എന്താണ്? അതേ വാക്യത്തിൽ കാണുകയാണ്, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല. രണ്ടാമത്തെ അനുഗ്രഹം നശിച്ചു പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒന്നാമത്തെ അനുഗ്രഹം യേശുവിനെ അനുഗമിച്ചാൽ നിത്യജീവനാ കിട്ടുന്നതെങ്കിൽ, രണ്ടാമത്തെ അനുഗ്രഹം ആ വാക്യത്തിൽ പറയുക, നിങ്ങൾ നശിച്ച് പോകില്ല. സാത്താൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ നശിക്കണം, നിങ്ങളുടെ കുടുംബം നശിക്കണം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നശിക്കണം, നിങ്ങളുടെ ജോലി നശിക്കണം, നിങ്ങളുടെ ആരോഗ്യം നശിക്കണം. നിങ്ങൾ നശിച്ച് 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 നിങ്ങൾ താറുമാറാകണമെന്നാണ് പിശാച് ആഗ്രഹിക്കുന്നത്. ഏതെങ്കിലും പിശാച് ആഗ്രഹിക്കുന്നോ നിങ്ങൾക്കൊരു നന്മ ഉണ്ടാകണം, നിങ്ങൾ സ്വസ്ഥമായിട്ട് ജീവിക്കണമെന്ന്? നിങ്ങൾ സ്വസ്ഥമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ സമ്മതിക്കാത്തത് പിശാച്. പിശാചിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നമ്മൾ എന്ത് ചെയ്യണം? നശിക്കണം, നമ്മൾ മുടിഞ്ഞു പോകണം, നമ്മൾ ദേശത്ത് ചിന്നാഭിന്നമാകണം, നമ്മുടെ തലമുറ വഴിതെറ്റിപ്പോകണം, മദ്യത്തിനും കഞ്ചാവിനും അടിക്കും പിടിക്കും എല്ലാം അടിമകളായി തീരണം എന്നാണ് പിശാച് ആഗ്രഹിക്കുന്നത്. ജീവിതത്തിൽ നന്മയുണ്ടാകരുത്, ഭൂമിയിൽ വിളവ് തരരുത്, ഭവനത്തിൽ സ്വസ്ഥത ഉണ്ടാകരുത്, ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹിക്കരുത്, കുഞ്ഞുങ്ങളും മാതാപിതാക്കളും തമ്മിൽ ഐക്യത ഉണ്ടാകരുത്, നശിക്കണം. ഇത് പിശാച് നിനക്കെതിരെ ഇട്ടിരിക്കുന്ന ഒരു ടാർഗറ്റാണ്, നശിക്കണം. എന്നാൽ യേശുവിനെ അനുഗമിക്കുന്ന ഒരു ദൈവവേദലാണ് നീയെങ്കിൽ, യേശുവിനെ അനുഗമിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെങ്കിൽ, നിത്യജീവന്റെ അംശിയാണ്, അവകാശിയാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ നശിച്ചു പോകാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല. നിങ്ങൾ നശിക്കണമെന്ന് പിശാച് എഴുതിയിട്ട മേഖലയിൽ നിങ്ങൾ ജീവൻ വയ്ക്കും. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങൾക്ക് വലിയ വിടുതലുകൾ നൽകും, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും, നിങ്ങളുടെ കുടുംബത്തിൽ ഭയങ്കരമായ വ്യതിയാനങ്ങൾ ഉണ്ടാകും. നിങ്ങൾ നശിക്കുമെന്ന് വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരും ഒപ്പം ജോലി ചെയ്യുന്നവരും ഒപ്പം ശുശ്രൂഷ ചെയ്യുന്നവരും ഒക്കെ പറഞ്ഞു കാണും. പക്ഷെ അവരുടെ മുമ്പിൽ നിങ്ങളുടെ തല എടുത്തു നിൽക്കും. നിങ്ങൾ വാടിപ്പോകില്ല, നിങ്ങൾ കരിഞ്ഞു പോകില്ല, നിങ്ങൾ ക്ഷീണിക്കത്തില്ല. നിങ്ങൾ ആ തീച്ചൂളെ വീണ് ദഹിക്കാനുള്ളവരല്ല, ആ സിംഹക്കൂട്ടി കിടന്ന് ഇരയായി നിങ്ങൾ മരിക്കാനുള്ളവരല്ല. നിങ്ങൾക്ക് നാശം വരാതെ, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ നന്മയിൽ ഒരു നാശം വരാതെ നിങ്ങളെ സംരക്ഷിക്കാൻ എൻ്റെ ദൈവം മതിയായവനാണ്. അതുകൊണ്ടാണ് ഇയ്യോബിന് ചുറ്റും വേലി കെട്ടി ദൈവം സൂക്ഷിച്ചത്, നശിച്ചു പോകാതെ ഇരിക്കാൻ വേണ്ടി. ഇവിടെ വേദപുസ്തകം പറയുകയാണ്, നിത്യജീവനെ കൊടുക്കുക മാത്രമല്ല, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയാം, നിങ്ങൾ പുതുവർഷത്തിൽ നശിച്ചു പോകില്ല. നിങ്ങൾ പുതുവർഷത്തിൽ അഭിവൃദ്ധി പ്രാപിക്കും. നിങ്ങളുടെ ജോലി നശിക്കത്തില്ല, നിങ്ങൾ ആ ജോലിയിൽ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ ആ സ്ഥാപനത്തിൽ നിങ്ങൾ നശിക്കുകയില്ല, നിങ്ങളുടെ സ്ഥാപനം അടുത്ത വർഷം വളരും. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങൾ നശിച്ചു പോകില്ല. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ അടുത്ത വർഷം സമാധാനവും സന്തോഷവും ഐശ്വര്യവും സമ്പത്തും നിന്റെ വീട്ടിൽ കർത്താവ് കൊണ്ടുതരും. അടുത്ത വർഷം നിങ്ങൾ ആരോഗ്യത്തോടെ ഇരിക്കും. നിങ്ങൾ നശിച്ചു പോകാൻ ദൈവം അനുവദിക്കില്ല. കാരണം ഒന്നേ ഉള്ളൂ, നീ യേശുവിനെയാണ് അനുഗമിക്കുന്നത്. യേശുവിനെ അനുഗമിക്കുന്നത് കൊണ്ടാണ് നശിക്കാത്തത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പറയുന്ന എന്നെ നശിപ്പിക്കാൻ, എൻ്റെ ശുശ്രൂഷ നശിപ്പിക്കാൻ, എൻ്റെ ഭാവിയെ നശിപ്പിക്കാൻ എത്ര പിശാചിന്റെ പോരാട്ടങ്ങൾ കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിരുന്നറിയോ? പക്ഷേ ഇന്നും ഈ 24 വർഷമായി ഫുൾ ടൈം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നിന്നിട്ട് 24 വർഷവും ഒരിടത്തും നശിച്ചു പോകാൻ ഇടവരാതെ, ഒരിടത്തും താളടിയാകാൻ ഇടവരാതെ, താളടിയാക്കാൻ നോക്കിയവരുടെ മുമ്പിൽ, നശിക്കണമെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ, തകരണമെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ മാന്യതയോടും ശ്രേഷ്ഠതയോടും അധികാരത്തോടും ശുശ്രൂഷയോടും കർത്താവ് നിർത്തിയത് യേശുവിനെ അനുഗമിച്ചത് കൊണ്ട് മാത്രമാണ്. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയാം, യേശുവിനെ നിങ്ങൾ അനുഗമിക്കുക, നഷ്ടപ്പെട്ടു പോയത് തിരികെ കിട്ടും. യേശുവിനെ നിങ്ങൾ അനുഗമിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ നന്മയുണ്ടാകും. ഇയ്യോബിന്റെ വീട്ടിൽ 10 ശവപ്പെട്ടി കയറി ഇറങ്ങിയതും, ഭാര്യയെ മരിക്കാൻ പറഞ്ഞതും, ദാസിദാസന്മാരെല്ലാം ചത്തുപോയതും, തൻ്റെ മൃഗസമ്പത്തുകളെല്ലാം അപഹരിക്കപ്പെട്ട് നശിച്ചു പോയപ്പോഴും കഷ്ണം പിടിച്ചുകൊണ്ട് ശരീരം മൊത്തം ചുരണ്ടിക്കൊണ്ട് പുഴുക്കളെ ചുരണ്ടിക്കളയുമ്പോൾ ഇയ്യോബ് പറഞ്ഞു, ഞാൻ അന്യൻ്റെ കണ്ണാലെ അല്ല, സ്വന്തം കണ്ണാലെ ഞാൻ അവനെ കാണും എന്ന പ്രത്യാശയോട് ജീവിച്ച ഇയ്യോബിനെ 42-ാമത്തെ അധ്യായത്തിലേക്ക് വന്നപ്പോൾ അവിടെ കാണുന്നു, ഇയ്യോബിന് നഷ്ടപ്പെട്ടു പോയതെല്ലാം ദൈവം തിരികെ കൊടുത്തു.
ഇയ്യോബ് നശിച്ചു പോകാൻ ദൈവം അനുവദിച്ചില്ല. ഇന്നലകളിൽ നഷ്ടപ്പെട്ടു പോയത് ദൈവം നിങ്ങൾക്ക് തിരികെ തരും. ആ വാഹനം തിരികെ തരും, ആ വീട് തിരികെ തരും, ആ ജോലി തിരികെ തരും, ആ ശുശ്രൂഷ തിരികെ തരും. പുതുവർഷത്തിൽ ദൈവം നിങ്ങളെ ഈ ശക്തി കൊണ്ട് അനുഗ്രഹിക്കും. നിങ്ങൾ യേശുവിനെ അനുഗമിച്ചാൽ മതി. നിങ്ങൾ യേശുവിനെ അനുഗമിക്കൂ. നിങ്ങൾ മനുഷ്യരെ അനുഗമിക്കരുത്. ഇവിടുത്തെ പ്രമാണിമാരെയോ, ഇവിടുത്തെ ഉപദേശിമാരെയോ, ഇവിടുത്തെ പണത്തെയോ, ഇവിടുത്തെ വ്യക്തികളെയോ, കുടുംബക്കാരെയോ നീ അനുഗമിക്കരുത്. പകരം യേശുവിനെ നീ അനുഗമിക്കണം. അപ്പൊ യേശുവിനെ അനുഗമിച്ചാൽ 2 ഗുണങ്ങൾ ഞാൻ പറഞ്ഞു. 1, നിത്യജീവൻ കിട്ടും. 2, നീ നശിച്ചു പോകാൻ ഇടവരില്ല. വിശ്വസിക്കുന്നെങ്കിൽ സ്വന്തമായിട്ട് തലയിലോട്ട് കൈവച്ചിട്ട് പറ, ഞാൻ നശിക്കില്ല, എൻ്റെ കുടുംബം നശിക്കില്ല, എൻ്റെ കുഞ്ഞുങ്ങൾ നശിക്കില്ല, എൻ്റെ വീട് നശിക്കില്ല, എൻ്റെ ആരോഗ്യം നശിക്കില്ല, എൻ്റെ ജോലി നശിക്കില്ല. എത്ര പേര് പറയും നിങ്ങൾ നശിച്ചു പോകാൻ ദൈവം അനുവദിക്കില്ല? 3-മത്തെ ഒരു അനുഗ്രഹങ്ങൾ കൂടെയുണ്ട്. ആ വാക്യം ഇങ്ങനെയാണ്, അടുത്ത ആ ഭാഗത്ത് കാണുന്നേ, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പറിക്കുക ഇല്ല, പിടിച്ച് പറിക്കുക ഇല്ല. ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന്, നോക്കിക്കേ, ഇടയൻ്റെ കയ്യിൽ നിന്ന് ഒരാടിനെയും പിടിച്ചെന്തിയില്ല, പറിക്കുകയില്ല. നോക്കുക, ദാവീദിന്റെ കൂട്ടത്തിൽ ആടിനെ തിന്നാൻ ദുഷ്ടജന്തുക്കൾ വന്നപ്പോൾ ദാവീദ് അതിനെ കീറിക്കളഞ്ഞതുപോലെ സ്വർഗത്തിലെ ദൈവം നമുക്കെതിരെ കടിച്ചു കീറാൻ വരുന്ന ചെന്നായ്ക്കളെയും സിംഹങ്ങളെയും കീറിക്കളഞ്ഞിട്ട് നമ്മെ പറിച്ചെടുക്കാൻ, നമ്മളെ നശിപ്പിക്കാൻ, നമ്മളെ പിടിച്ചു പറിക്കാൻ ഒരു ശക്തിക്കും എൻ്റെ കർത്താവ് വിട്ടുകൊടുക്കില്ല. കാരണം നമ്മൾ കർത്താവിനെയാണ് അനുഗമിക്കുന്നത്. പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകുകയാണ്. നിങ്ങളെ പിടിച്ചു പറിക്കണമെന്നും, നിങ്ങളുടെ നന്മ പിടിച്ചു പറിക്കണമെന്നും, നിങ്ങളുടെ ആരോഗ്യം പിടിച്ചു പറിക്കണമെന്നും നോക്കി നിങ്ങൾക്കെതിരെ നിൽക്കുന്ന പൈശാചിക കൂട്ടങ്ങളുണ്ട്. ആ പൈശാചിക കൂട്ടങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ ഇന്ന് പകൽ നിങ്ങളോട് ദൂത് പറയുകയാണ്. നിങ്ങൾ യേശുവിനെ അനുഗമിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിത്യജീവൻ പ്രാപിക്കുന്ന ദൈവത്തിന്റെ പൈതലാണെങ്കിൽ, നശിച്ചു പോകാത്തവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ട ഒരു ദൈവപൈതലാണ് നിങ്ങളെങ്കിൽ, ഇന്ന് രാവിലെ കേൾക്കൂ, ഒരു ദുഷ്ടനും നിങ്ങളെ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് പറിച്ചു കൊണ്ടുപോകില്ല, പിടിച്ചു കൊണ്ടുപോകില്ല. നിങ്ങളെ സംരക്ഷിക്കാൻ ആ ദാവീദ് ആ ദുഷ്ടമൃഗത്തെ കീറിക്കളഞ്ഞതുപോലെ നിങ്ങൾക്ക് നേരെ വരുന്ന അന്യായ ശക്തികളെ, അന്യായ ബന്ധനങ്ങളെ കീറിക്കളഞ്ഞ് നിങ്ങൾക്കൊരു പുതിയ ജീവിതം തരാൻ, പുതിയ വർഷം തരാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെയാണ് ഇന്ന് രാവിലെ ഞാൻ ആത്മമണ്ഡലത്തിൽ ഞാൻ ദൂത് കൈമാറട്ടെ. ഈ 3 അനുഗ്രഹങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടാകും. എന്താണ് 3 അനുഗ്രഹം? ഒന്നുകൂടെ ഞാൻ പറയാം. ആമേൻ. 1-മത്തെ അനുഗ്രഹം എന്താണ്? നിത്യജീവൻ കിട്ടും. 2-മത്തെ അനുഗ്രഹം എന്താണ്? നിങ്ങൾ നശിച്ചു പോകില്ല. 3-മത്തെ അനുഗ്രഹം എന്താണ്? ആരും ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നമ്മെ പിടിച്ച് പറിക്കുകയില്ല. ഒരശുദ്ധ ശക്തിക്കും ഒരു രോഗമണ്ഡലത്തിനും നമ്മെ പിടിച്ചു പറിക്കാൻ കഴിയുകയില്ല. കാരണം നമ്മൾ യേശുവിൻ്റെ മുഖത്ത് നോക്കുന്നവരാണ്. അതുകൊണ്ട് പഴയ നിയമത്തിന് വാക്യങ്ങളുണ്ട്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ദൈവത്തിൻ്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കൂ. യേശുവിനെ നിങ്ങൾ അനുഗമിക്കൂ. യേശു പറഞ്ഞ സ്റ്റെപ്പുകൾ നിങ്ങൾ വെക്കൂ. യേശുവിൻ്റെ കൽപ്പന നിങ്ങൾ അംഗീകരിക്കൂ. അപ്പോസ്തല പ്രവൃത്തി 2-38 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കൂ. ഒന്നുകൂടെ ഞാൻ പറയാം. അപ്പോസ്തല പ്രവൃത്തി 2-38 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കൂ. യേശുവിനെ എങ്ങനെ അനുഗമിക്കണം, അവിടെ പറഞ്ഞിരിക്കുന്ന കൽപ്പനകൾ അനുസരിച്ച് യേശുവിനെ നീ അനുഗമിക്കാൻ തയ്യാറായാൽ ഒരു ശക്തിയും നിന്നെ തകർക്കത്തില്ല. ആരും പിടിച്ചു കൊണ്ടുപോകത്തില്ല. നിന്റെ പെങ്കൊച്ചിനെ ആരും പിടിച്ചു കൊണ്ടുപോകത്തില്ല. നിന്റെ ആങ്കൊച്ചിനെ ആരും പിടിച്ചു കൊണ്ടുപോകത്തില്ല. നോക്കുക, വിധവയുടെ 2 കുഞ്ഞുങ്ങളെ പിടിച്ചു കൊണ്ടുപോകുവാൻ ആമി വന്നപ്പോൾ, കടക്കാർ കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ, വിധവ ഓടിച്ചെന്ന് തൻ്റെ പ്രവാചകനോട് കാര്യം പറഞ്ഞപ്പോൾ, വീടിനകത്ത് ഒരു തുരുത്തി എണ്ണ അത് അനേക പാത്രങ്ങളിൽ നിറച്ച് ക്ഷാമകാലത്തൂടെ ജീവിക്കത്തക്ക നിലയിലുള്ള അഭിവൃദ്ധി നൽകി കൊടുത്തൊരു ദൈവത്തെ നമുക്കറിയാം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഇന്ന് രാവിലെ ആത്മമണ്ഡലത്തിൽ ദൂത് പറയട്ടെ. നിങ്ങൾ യേശുവിനെ അനുഗമിക്ക്. യേശു നിങ്ങളെ അറിയുന്നു.
യോഹന്നാന്റെ സുവിശേഷം 10-27 വാക്യത്തിൽ യേശു നിങ്ങളെ അറിയുന്നു. ഇന്ന് കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ആരും അറിയുന്നില്ലായിരിക്കും. ഒരുപക്ഷെ നിന്റെ ഭർത്താവ് പോലും നിന്റെ സാഹചര്യം അറിയുന്നില്ലായിരിക്കും. ഒരുപക്ഷെ നീ ജനിപ്പിച്ച നിന്റെ കുഞ്ഞുങ്ങൾ പോലും ആ സാഹചര്യം അറിയുന്നില്ലായിരിക്കും. ഒരുപക്ഷെ നീ ഉണ്ടാക്കിയെടുത്ത ഒരു മേഖലയിലും നിന്റെ സാഹചര്യങ്ങൾ വേണ്ട വിധത്തിൽ വെളിപ്പെട്ട് കാണത്തില്ലായിരിക്കും. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ പോലും നിന്റെ കാര്യം അറിയേണ്ടതുപോലെ അറിഞ്ഞു കാണത്തില്ലായിരിക്കും. പക്ഷെ അറിയുന്നൊരു ദൈവമുണ്ട്. അപ്പൻ അറിയുന്നതിനേക്കാൾ, അമ്മ അറിയുന്നതിനേക്കാൾ, കൂട്ടുകാർ അറിയുന്നതിനേക്കാൾ, ഹല്ലേലൂയ, ദൈവദാസന്മാർ അറിയുന്നതിനേക്കാൾ, നിന്റെ ഭാര്യയോ ഭർത്താവോ അറിയുന്നതിനേക്കാൾ നിന്നെ അറിയുന്നൊരു ദൈവമുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്ക്. ദൈവം നിങ്ങൾക്ക് വേണ്ടി നിത്യജീവൻ തരും. ഒരു മനുഷ്യന് നശിപ്പിക്കാതെ ദൈവം നിങ്ങളെ സൂക്ഷിക്കും. ആരും നിന്നെ പിടിച്ചു പറിക്കാൻ ഇടവരാതെ നിന്നെ സംരക്ഷണം ചെയ്യും. ദൂതന്മാരെ കൊണ്ട് കാവൽ ചെയ്യും. അങ്ങനെയെങ്കിൽ പുതിയ വർഷത്തിൽ ഈ വചനവുമായിട്ട് നമുക്ക് പ്രവേശിക്കാം. ഈ വചനത്തിൻ്റെ ശക്തി നിങ്ങൾക്ക് ജീവൻ നൽകും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് രാവിലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എൻ്റെ കൂടെ ചേർന്ന് കർത്താവിനോട് പറ, കർത്താവേ, അങ്ങേ അനുഗമിക്കേണ്ടതുപോലെ അനുഗമിക്കുവാൻ, അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കേണ്ടതുപോലെ ജീവിക്കുവാൻ എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു വാക്ക് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എന്നെ കേൾക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങളോട് ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടും കൃപയോടും കൂടെ ഞാൻ ഇന്ന് രാവിലെ വിളംബരം ചെയ്യുകയാണ്. നിങ്ങൾ യേശുവിനെ അനുഗമിക്ക്. ആമേൻ. നിങ്ങൾ മനുഷ്യരെ അനുഗമിക്കരുത്. മൺമറഞ്ഞു പോയവരെ അനുഗമിക്കരുത്. ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ നിങ്ങൾ അനുഗമിക്കരുത്. വിശുദ്ധന്മാരെ, പുണ്യവാളന്മാരെ, ഹല്ലേലൂയ, നേർച്ചകളെ, കാഴ്ചകളെ നീ അനുഗമിക്കരുത്. യേശുവിനെ നീ അനുഗമിക്ക്. നിന്റെ വീട്ടിൽ സമാധാനമുണ്ടാകും. യേശുവിനെ നീ അനുഗമിക്ക്. നിന്റെ അവസ്ഥ ദൈവം മാറ്റിത്തരും. ഞാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം. അങ്ങ് ഞങ്ങളെ അറിയുന്നു എന്ന് ഞങ്ങളോട് പറഞ്ഞ ദൂതിനായി സ്തോത്രം. അങ്ങേ അനുഗമിക്കേണ്ടതുപോലെ അനുഗമിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. നിത്യജീവൻ ഞങ്ങൾക്ക് തരുമല്ലോ. ആരും ഞങ്ങൾ നശിപ്പിക്കാൻ ദൈവം അനുവദിക്കില്ലല്ലോ. ആരെ കർത്താവെ അനുവദിക്കത്തില്ല. ഞങ്ങളെ പറിച്ചെടുക്കാൻ അങ്ങ് ഞങ്ങളെ സംരക്ഷിക്കുന്നതിനായി സ്തോത്രം, സൂക്ഷിക്കുന്നതിനായി സ്തോത്രം. ഈ ജനത്തെ ഞാൻ പിതാവിൻ്റെ, പുത്രൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ തരുകയാണ്. ആ 2026 ഞങ്ങൾ പ്രവേശിക്കുന്നെങ്കിൽ കർത്താവിനെ അനുഗമിക്കുന്ന ഒരു ജീവിതം, കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ഒരു ജീവിത അനുഭവം ഞങ്ങൾക്ക് നൽകി. അങ്ങയുടെ സന്നിധിയിൽ നിഷ്കളങ്കരും ആമേകർത്ത വിശുദ്ധരുമായി ജീവിക്കാൻ ഞങ്ങളെ ഒരുക്കണം. കൃപയും ഞങ്ങളെ മറയ്ക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വർഷം മുഴുവനും നമ്മെ പരിപാലിച്ച ദൈവം നമുക്ക് ദൈവം തരുന്ന പുതിയ വർഷത്തിലും കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാം. യേശുവിനെ അനുഗമിക്കാം. യേശു നിങ്ങളെ അറിയുന്നു. ഒരിക്കൽ കൂടെ ഞാൻ പറയാം, യോഹന്നാൻ 10:27 യേശു നിങ്ങളെ അറിയുന്നു. അതുകൊണ്ട് യേശുവിനെ അറിയുന്നവൻ്റെ മുഖത്തേക്ക് നോക്കൂ. അവനെ അനുഗമിക്കൂ. നിങ്ങൾക്ക് നിത്യജീവൻ തരും. നശിച്ചു പോകേണ്ട വരത്തില്ല. നിങ്ങളെ പിടിച്ചു പറിച്ചു കൊണ്ടുപോകത്തില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഞാൻ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചോളാം. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.